കർത്താവ് നോക്കുമ്പോൾ വിശ്വസ്തന്മാർ ഏറെ കുറഞ്ഞിരിക്കുകയാണ്. വിശ്വസ്തന്മാർ ആരുമില്ല. പക്ഷെ അതിനകത്ത് ഈ തലമുറയിൽ കർത്താവ് അന്വേഷിക്കുന്നു വിശ്വസ്തന്മാരെ. കർത്താവിന് വേണ്ടി അവിശ്വസ്തരായി മാറാതെ ഏത് ജീവിത സാഹചര്യങ്ങൾക്കകത്തും വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു കൂട്ടത്തെ കർത്താവ് അന്വേഷിക്കുകയാണ്. അത് വീട്ടിലായിരിക്കാം, കുടുംബജീവിതത്തിലായിരിക്കാം, കുഞ്ഞുങ്ങളോടുള്ള ഭാഗമായിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന ജോലി മേഖലകളായിരിക്കാം, മിനിസ്ട്രിയിലായിരിക്കാം, വോട്ട് എവർ ഇറ്റ് ഈസ്, ഏത് അവസ്ഥയ്ക്കകത്തും കർത്താവ് ആഗ്രഹിക്കുന്നു വിശ്വസ്തരായി മാറുക. ബി ഫെയ്ത്ത്ഫുൾ ഇൻ എവറി സർക്കംസ്റ്റാൻസ്. എല്ലാ മേഖലകളിലും നാം വിശ്വസ്തയോടെ ജീവിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കാരണം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്രത്തോളം വിശ്വസ്തരായിട്ട് നിൽക്കാൻ കഴിയുമോ അത്രത്തോളം നാം വിശ്വസ്തരായി മാറാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് നാം അവകാശികളായി മാറും. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ എവിടെയെങ്കിലും അവിശ്വസ്തരായി മാറിയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്ക് വിശ്വസ്തയോടെ നിൽക്കാൻ ഒരു പ്രത്യേക കൃപ ദൈവം എനിക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.